Dear students, today we can study derivative. Derivative is originated from the problem in geometry, that is the problem of finding a tangent line at a point of a curve. Now we can find derivatives. We can introduce derivatives in two ways, in physical way and in geometrical way. First we find the velocity of a moving object, and second we are finding the slope of the line tangent to a graph. അല്ലേ, ഫിസിക്കൽ വേയിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻ ദ സെക്കൻഡ് വേ വി ആർ ഫൈൻഡിങ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ, slope of the line tangent to a graph. ഓക്കെ, ഇനി ഞാൻ വെലോസിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. ഇമാജിൻ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ഇങ്ങനെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് എവിടുന്നാണ് അത് മൂവ് ചെയ്യാൻ പോകുന്നത്? ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഓ ഒരു ഫിക്സഡ് പോയിന്റ് ആണെന്ന് പറയുന്നു കേട്ടോ. ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഓ എന്നാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് ദ ഫംഗ്ഷൻ y equal to f of x describes the position of the moving particle at a time x. ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സിലാണ് ടൈം ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് y equal to f of x, y equal to f of x എന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് the position of the moving particle at a time x. മനസ്സിലായി? എന്താണ് the position of the moving particle at time x. മനസ്സിലായോ? y equal to f of x denote the position of the moving particle at time x. അപ്പം എക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ് ടൈമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ടൈം സെക്കൻഡ്സിലാണ് മെഷർ ചെയ്യുക. ആൻഡ് വൈ designate the distance traveled in x seconds. മനസ്സിലായോ? എക്സ് ടൈം, ആ ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എക്സ് സെക്കൻഡ്സ് ആണ് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരയ്ക്കാം. ഇവിടെ ദിസ് ഈസ് എക്സ് നോട്ട് ടൈമിൽ ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. ഇവിടെ വൈ നോട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് എക്സ് നോട്ട് ടൈമിൽ ഇവിടെ എത്തി, പി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. ഓക്കെ, ഇനി പിന്നെ കുറച്ച് നേരം കൂടെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ എപ്പോൾ എത്തി? എക്സ് നോട്ട് പ്ലസ് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ടൈം, വളരെ കുറച്ച് സമയം കൂടെ കൂടിയപ്പോൾ മനസ്സിലായോ? ഒരു അപ്പോൾ ഒരു 5 മിനിറ്റ് 5 സെക്കൻഡിൽ ഇവിടെ എത്തി, അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഇവിടെ എത്തി. 5.000005, അതായത് ഡെൽറ്റ എക്സ് എന്ത് വരും? 0.00005, അത് ആണ് ഡെൽറ്റ എക്സ് വരിക. ആ ചെറിയൊരു വ്യത്യാസത്തിൽ അത് ഇവിടെ ക്യൂവിൽ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് പി ക്യൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഫോർമുല കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ലാസ്റ്റിലെ ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സപ്പോസ് ദാറ്റ് ദ പാർട്ടിക്കിൾ പാസസ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ അറ്റ് ടൈംസ്. ഇവിടെ പിയിലെത്തുന്ന ടൈം എന്താണ്? എക്സ് നോട്ട്. ആൻഡ് ക്യൂവിലെത്തുന്ന ടൈം എന്താണ്? എക്സ് നോട്ട് പ്ലസ്
ഡെൽറ്റ എക്സ് നോട്ട് ഡെൽറ്റ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഈ സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ പിയിലെ ഡിസ്റ്റൻസ് എന്തായി വൈ നോട്ടായി, ക്യൂവിലെ ഡിസ്റ്റൻസ് എന്തായി വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആയി. മനസ്സിലായോ? എവിടുന്ന് ഈ ഫ്രോം എ ഫിക്സഡ് പോയിന്റ് ഒ. മനസ്സിലായി? അപ്പോൾ ഒരു ഒയിൽ നിന്ന് ഒരു സാധനം പുറപ്പെട്ടു, ഒരാൾ പുറപ്പെട്ടു, ഒരു അല്ലെങ്കിൽ വണ്ടി പുറപ്പെട്ടു, അത് എക്സ് നോട്ട് ടൈമിൽ പിയിലെത്തി, എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ടൈമിൽ ക്യൂവിലെത്തി. ആൻഡ് പിന്നെ എക്സ് നോട്ട് ടൈം ചെയ്യുമ്പോൾ വൈ നോട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ടൈം കഴിയുമ്പോൾ എത്ര ട്രാവൽ ചെയ്തു? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വൈ ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും നമുക്ക്? വൈ നോട്ട് ഈക്വൽ ടു വൈ നോട്ട് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയാൻ പറ്റും. ആൻഡ് വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. മനസ്സിലായോ? വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ ആവുമ്പോൾ എത്ര വന്നു നമുക്ക്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് വന്നു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ആവറേജ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ആവറേജ് വെലോസിറ്റി. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് അറിയോ? ഓഫ് എ പാർട്ടിക്കിൾ ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ ഡെൽറ്റ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ഇലാപ്സ്ഡ് ടൈം. ആവറേജ് വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് divided by elapsed time. മനസ്സിലായോ? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇലാപ്സ്ഡ് ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ്? ഡെൽറ്റ വൈ. ഇല്ല അല്ലേ? നോക്കൂ, ഇവിടുന്നോട്ട് ഇതുവരെ ക്യൂ വരെ വരാൻ, ഒന്ന് ക്യൂ വരെ വരാൻ വൈ പ്ലസ് ഡെൽറ്റ വൈ നോട്ട് പ്ലസ് ഡെൽറ്റ വൈ. പി വരെ വരാൻ എന്താണ്? വൈ നോട്ട്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്? എന്താണ് ശരിക്കും ഡിസ്റ്റൻസ് ട്രാവൽഡ് പി ക്യൂ അല്ലേ? അതാണ്. അപ്പോൾ അതായത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ അല്ലേ, പിന്ന് ക്യൂവിലോട്ടാണ് ശരിക്കുള്ള ഡിസ്റ്റൻസ്. പിന്ന് ക്യൂവിലോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഇലാപ്സ്ഡ് ടൈം ഇതേപോലെ എന്താണ് വരിക? എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് വരും. അതായത് ഡെൽറ്റ എക്സ് എന്ന് വരും. മനസ്സിലായോ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇലാപ്സ്ഡ് ടൈം, ദാറ്റ് ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇനി വാട്ട് ഈസ് ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എന്താണ്? എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. മനസ്സിലായി? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇതാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നൗ വേറൊരു വെലോസിറ്റിയും കൂടെ നിങ്ങൾക്ക് പറയും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം അതിനെ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അത് എന്ന് പറയുന്നത് ആവറേജ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വി കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫിഷ്യൻ്റ്ലി സ്മോൾ. അപ്പം എന്താണ്? ഇറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി വെൻ ഡെൽറ്റ എക്സ് ഈസ് സഫിഷ്യൻ്റ്ലി സ്മോൾ. ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ടൈം. മനസ്സിലായോ? അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്താണ്? നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ഇലാപ്സ്ഡ് ആണ്. അപ്പോൾ ഈ വളരെ കൊച്ചു ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതായത് എന്താണ് നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലേ. ഈ ഡെൽറ്റ എക്സ് വളരെ ചെറുതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കതെങ്ങനെ എഴുതാം? ലിമിറ്റ്, അതിനെയാണ് നമ്മൾ പറയുക ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഈ ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ലിമിറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഭാവിയിൽ പറയും. അപ്പോൾ എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഡെൽറ്റ എക്സ് 0 ആവുമ്പോൾ, അതായത് ഡെൽറ്റ എക്സ് വളരെ ചെറുതാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ആവറേജ് വെലോസിറ്റി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആവറേജ് വെലോസിറ്റി. അതായത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണോ വരിക അതാണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായി? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നിരിക്കുന്നു ക്വസ്റ്റ്യൻസ് കേട്ടോ. ക്വസ്റ്റ്യൻ തന്നിട്ട് ലെറ്റ് y equal to 3x square plus x is the distance a bus has traveled. A bus has traveled in meters after x seconds. X സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ബസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണിത് 3x square plus x എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡെൽറ്റ വൈ ആൻഡ് ആവറേജ് വെലോസിറ്റി during the time interval delta x in the following situation എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഏത് സിറ്റുവേഷൻ ആണെന്ന് തന്നിരിക്കുകയെന്ന് അറിയാമോ? x0 equal to 2 ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.5 ഇങ്ങനെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? x0 equal to 2 ആൻഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഫോർമുല എഴുതണം. ആദ്യം തന്നെ നമ്മളോട് എന്ത് ചോദിച്ചാലും ശരി, ആവറേജ് വെലോസിറ്റി ചോദിച്ചാലും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ചോദിച്ചാലും നമ്മൾ ഫോർമുല എഴുതുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇനി ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ഒന്നും കൂടെ എഴുതും. ഗിവൺ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തെഴുതാം? y ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. y എന്ന് വെച്ചാൽ എന്താ അർത്ഥം? y ഈക്വൽ വി നോ ദാറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഗിവൺ ആസ് 3x സ്ക്വയർ പ്ലസ് എക്സ്. ഓക്കെ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആഫ്റ്റർ x0 ഈക്വൽ ടു 2 സെക്കൻഡ്സ്. മനസ്സിലായി? സെക്കൻഡിലാണ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബസ് ആഫ്റ്റർ x0 ഈക്വൽ ടു 2. ഇത് എന്തിലാണ് തന്നിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്കൻഡിലാണ് തന്നിട്ടുള്ളതെങ്കിൽ സെക്കൻഡ് എന്ന് എഴുതുക. മിനിറ്റിലാണ് തന്നിട്ടുണ്ടെങ്കിൽ മിനിറ്റിൽ എന്ന് എഴുതണം. മനസ്സിലായോ? നമ്മൾ സെക്കൻഡ്സിലാണ് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ആ മിനിറ്റിനെ സെക്കൻഡിലാക്കിയിട്ട് വേണം നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ. x0 ഈക്വൽ ടു 2 seconds. ദെൻ y0 എന്താ വരിക? y0 ഈക്വൽ ടു 3 ഇൻറ്റു എന്ത് വരും? എക്സിന് പകരം x0 ആകുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു x0 സ്ക്വയർ പ്ലസ് x0 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. അപ്പോൾ 4 ഇൻറ്റു 3 12 പ്ലസ് 2 എന്ന് വരും 14 എന്ന് വരും. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഇത്രയും ആണ് നമുക്ക് ഡിസ്റ്റൻസ് y0 കിട്ടുന്നത്. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് തന്നിട്ടുള്ളത് 0.5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഴുതണം ഇനി x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. x0 എന്താണ്? x0 നമ്മൾ 2 എന്നല്ലേ എടുത്തിരിക്കുന്നത്.
x0 2 എന്നെടുത്തും ഡെൽറ്റ എക്സ് എന്താണ് പോയിന്റ് അല്ലേ തന്നിട്ടുള്ള ഇവിടെ x0 2 എന്നും ഡെൽറ്റ എക്സ് 0.5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ 2.5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ 2.5 എന്താണ് നമ്മൾ എന്തിലത് ആന ചേന എന്താണത് സെക്കൻഡ് ആണല്ലേ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഇത് അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും അതിൻ്റെ യൂണിറ്റ് എഴുതണം സെക്കൻഡ്സ്. അപ്പോൾ ഈ ഇത്രയും സമയം കഴിയുമ്പോൾ എവിടെ ഡിസ്റ്റൻസ് വരും? അപ്പോൾ എവിടെ ഡിസ്റ്റൻസ് വരും? y0 പ്ലസ് ഡെൽറ്റ വൈ വരും അല്ലേ. x0 പ്ലസ് ഡെൽറ്റ എക്സ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്താ വരിക? y0 പ്ലസ് ഡെൽറ്റ വൈ വരും. y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? f ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് f ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്താണ്? 2.5. മനസ്സിലായോ? f ഓഫ് 2.5 എന്ത് വരും? 3 into 2.5 whole square plus 2.5 എന്ന് വരും. That is 3 into 2.5 into 2.5 എന്ന് പറയുന്നത് 6.25. 6.25 പ്ലസ് 2.5 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21.25. അതെന്താണ്? ഡിസ്റ്റൻസ് ആണല്ലേ. അതായത് അപ്പോൾ y0 പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തിലെഴുതണം? യൂണിറ്റ് എന്തായിരിക്കണം? മീറ്റേഴ്സ്. അപ്പോൾ 21.25 മീറ്റേഴ്സ്. അപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ എപ്പോഴും y എന്ന് പറയുന്നത് fx ആയതുകൊണ്ട് y0 എന്ന് പറയുന്നത് fx0 ആയിരിക്കും. മനസ്സിലായോ? y0 എന്ന് പറയുന്നത് fx0 ആയിരിക്കും. ഇനി y0 പ്ലസ് ഡെൽറ്റ വൈ എന്തായിരിക്കും? f ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. ഇനി ഈ y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് y0 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഡെൽറ്റ വൈ കിട്ടുക. അങ്ങനെയല്ലേ? നോക്കൂ, y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് y0 മൈനസ് ചെയ്യുക, കളയുക. അതായത് f ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് fx0 ചെയ്യുമ്പോഴാണ് ഡെൽറ്റ വൈ നമുക്ക് കിട്ടുക. എന്തിനാണ് ഡെൽറ്റ വൈ എന്ന് നമുക്ക് കിട്ടേണ്ടത്? അതിന് കാരണം നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാൻ അടുത്തത് then ഡെൽറ്റ വൈ ഈക്വൽ ടു, ഞാൻ ക്ലിയർ ആയിട്ട് എഴുതാം, y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് y0 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ വരിക നിങ്ങൾക്ക്? 21.25 എന്ന് നമ്മൾ y0 എന്താണ് 14 മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും നിങ്ങൾക്ക്? 7.25 എന്ന് വരും. അപ്പോൾ ഇത് എന്തിലാണ് തന്നിട്ടുള്ളത്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 7.25 ഡിവൈഡഡ് ബൈ 0.5 എന്ന് വരും. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14.5. ഇത് മീറ്ററിലാണ്, ന്യൂമറേറ്റർ മീറ്ററിലാണ്, ഡിനോമിനേറ്റർ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. മീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. മനസ്സിലായോ? അങ്ങനെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഡിസ്റ്റൻസ് എപ്പോഴും മീറ്ററിൽ, ഇതെങ്ങനെ എടുക്കണം? പിന്നെ ടൈം എപ്പോഴും സെക്കൻഡ്സിൽ. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. ആവറേജ് വെലോസിറ്റി ഇതേപോലെയാണ് കണ്ടുപിടിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ശരി, ഇത്രയും നന്നായിട്ട് നോക്കുക.